നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്രിക്കറ്റ് അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.സി. മാത്യുവിന് തൊടുപുഴയിൽ പൗരസ്വീകരണം. കേരളത്തിലെ ആദ്യകാല സാമാജികരെ സംബന്ധിച്ച വിശദമായ ഗ്രന്ഥം തയ്യാറാക്കുമെന്ന് സ്പീക്കർ ജി. കാർത്തികേയൻ. ഫ്യൂജി ഗംഗ അവതരിപ്പിക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ക്രിക്കറ്റ് അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ടി.സി. മാത്യുവിന് തൊടുപുഴയിൽ പൗരസ്വീകരണം നൽകി. തൊടുപുഴ ജ്യോതി സൂപ്പർ ബസാറിൽ നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുനിസിപ്പൽ മൈതാനിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കുകയായിരുന്നു. തുടർന്ന് മുനിസിപ്പൽ മൈതാനിയിൽ സ്വീകരണ സമ്മേളനം നടന്നു. കേരളത്തിലെ ആദ്യകാല സാമാജികരെ സംബന്ധിച്ച വിശദമായ ഗ്രന്ഥം തയ്യാറാക്കുമെന്ന് സ്പീക്കർ ജി. കാർത്തികേയൻ. 100-ാം വയസ്സിന്റെ നിറവിലെത്തിയ മുൻ എം.എൽ.എ. എ.സി. ചാക്കോയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആദ്യ നിയമസഭാ അംഗങ്ങളിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന അംഗമാണ് എ.സി. ചാക്കോ. സാമൂഹ്യമാറ്റത്തിന് ചുക്കാൻ പിടിച്ച എ.സി. ചാക്കോയെ പോലുള്ളവരിൽ നിന്ന് സമൂഹത്തിന് ഏറെ പഠിക്കാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം എ.സി. ചാക്കോയുടെ വീട്ടിലെത്തിയ സ്പീക്കർ അദ്ദേഹത്തെ പൊന്നാടി അണിയിച്ച് മധുരം നൽകി. സഭയിൽ ഏറ്റവും ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള അംഗം ബഹുമാനപ്പെട്ട ചാക്കോ സാർ. ബോസമ്മ പൊന്നു സുഹൃത്താന് ശേഷം 100 വയസ്സ് അവരിപ്പോൾ ജീവിച്ചിരിക്കുന്നു. അവർ പ്രഥമ നിയമസഭയിലുണ്ട്. ചാക്കോ സാറ് നിയമസഭയിൽ 57-ലില്ല, പക്ഷേ അതിനൊന്നും പോകുന്ന ട്രാവൻകൂർ കൊച്ചി സഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 10 ആളുകൾ എവിടെയൊക്കെയാണ് കേരളത്തിലെ നിയമനിർമ്മാണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. ആധുനിക കേരളം കാണുന്ന ഒരു മാറ്റത്തിൽ ഇദ്ദേഹത്തെപ്പോലുള്ള ആളുകളുടെ സംഭാവനകൾ വളരെ വലുതാണ്. ഈ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവരെല്ലാം കുറിച്ചുള്ള വലിയൊരു ഡോക്യുമെൻ്റ് തന്നെ പുസ്തകം തന്നെ സൂര്യൻ ഇറക്കുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണത്തിലാണ് ഇതിലുള്ളത്. ഓർക്കേണ്ടവരെ ഓർക്കുക എന്നുള്ളതാണ്. ഫ്യൂജി ഗംഗ അവതരിപ്പിക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന് തുടക്കമായി. മാരിക്കലുങ്ക് മൗര്യ ഗാർഡൻസിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ആദ്യ ദിവസം പ്രശസ്ത നർത്തകി രമ വൈദ്യനാഥൻ ഭരതനാട്യം അവതരിപ്പിച്ചു. ഒക്ടോബർ 7 വരെയാണ് ഫെസ്റ്റിവൽ നീണ്ടു നിൽക്കുന്നത്.
നിയമസഭാ സ്പീക്കർ ജി കാർത്തികേയനാണ് സൂര്യ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തത്. ദൃശ്യമാധ്യമങ്ങളുടെ വരവോടെ കലാസ്വാദന രീതിക്ക് മാറ്റം വന്നെന്നും ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് പല കലാകാരന്മാരും നിലനിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഇടമേ സൂര്യ ഫെസ്റ്റിവലിൻ്റെ അതൊരു മാസം നിലനിൽക്കുന്ന ഫെസ്റ്റിവലാണ്. ഇന്ന് മാറി കാരണം ടെലിവിഷൻ നമ്മളോടുകൂടി ചാനലുകളെല്ലാം കൂടിയതോടുകൂടി ഇത്തരം പരിപാടികൾ നമുക്ക് വീട്ടിൽ കാണാനുള്ള അവസരം. അതുകൊണ്ട് ഇതിനുള്ള ഒരു അട്രാക്ഷൻ ഒന്നുമില്ല. ഒരു വ്യത്യാസം മാത്രമേ ശാസ്ത്രീയ സംഗീതം ഒരു രാഗത്തിൽ നിന്ന് വാങ്ങി പാടി വരുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അതൊക്കെ പരസ്യത്തിലേക്കുമാണ്. പരസ്യം വേണ്ടതേ പറയുന്നു. വളരെ പ്രശസ്തയായ ഒരു നർത്തകി ഭരതനാട്യമാകട്ടെ കുഷിക്കുകയോ അതാകെ അതവിടെ താളത്തിലെടുത്ത് അവിടെ നൃത്തം ചേർത്ത് വരുമ്പോൾ ഒരു സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ കണ്ണാടിയുമ്പോൾ അങ്ങനെ നമ്മുടെ ആസ്വാദക സ്വഭാവത്തെ വല്ലാതെ നശിപ്പിക്കുന്ന ഒരവസ്ഥകൂടി ഈ ടെലിവിഷനുണ്ട്. പക്ഷേ ടെലിവിഷനൊന്നും ഇല്ലാത്ത സാധ്യത എന്തുകൊണ്ട്? കാരണം അവർക്ക് പരസ്യം വേണ്ടി വരും, അവർക്ക് പരസ്യം വേണ്ടി സാമൂഹികമായി പറഞ്ഞുകൊണ്ട് മാത്രമേ. പക്ഷെ ഇതെല്ലാം വന്നെങ്കിൽ പോലും ഇന്നും ഇത്തരം പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളെ കലാകാരന്മാരെയും കലാകാരന്മാരെയും കൊണ്ടുവന്ന് നമ്മളുടെ കലാപരിപാടി നടത്തി നമ്മളത് ആസ്വദിക്കും. മുനിസിപ്പൽ ചെയർമാൻ ടി.ജെ. ജോസഫ് അധ്യക്ഷനായിരുന്നു. സ്വാഗത സംഘം ചെയർമാൻ റോയി കെ. പൗലോസ്, ഫിജി ഗംഗ പ്രസിഡന്റ് എം.ഡി. ദിലീപ്, സെക്രട്ടറി സുനിൽ രാജ്, പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ സാഹചര്യങ്ങളെയാണ് കേരളത്തിൽ തൊഴിലാളികളും ഇടതുപക്ഷവും നേരിടുന്നത് എന്ന് എം.എം. മണി. UPA സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ തൊഴിലാളികളെയാണ് ഏറ്റവും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന NGO യൂണിയൻ നേതാക്കളായ KH ഹംസ, MN ശിവനുണ്ണി എന്നിവർക്ക് നൽകിയ യാത്രയയപ്പ് സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മണി. അർബൻ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് C. വിനോബ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ KP മേരി, A. ശ്രീകുമാർ, TM സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രത്യേകിച്ചും രാജ്യത്തെ തൊഴിലാളി പ്രസ്ഥാനവും ഇടത് ജനാധിപത്യ പ്രസ്ഥാനവും പുതിയ സാഹചര്യങ്ങളെയാണ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നു. അഖിലേന്ത്യാ തോതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായ പോരാട്ടത്തിലാണ് രാജ്യത്തെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം. കേരളത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണം പോലെ ഒരു നെറികെട്ട ഭരണം, ഒരു പക്ഷേ ഇത്രയും ഒരു നാറിയ ഭരണം കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളും ആ അഭിപ്രായക്കാരായിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം സാമാന്യ ഒരു നാണമെങ്കിലും ഉണ്ട്. 2.5 വർഷം കഴിഞ്ഞ് ഗവൺമെൻറ് ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകരുടെ താല്പര്യങ്ങൾ ഹനിക്കപ്പെട്ട് അബ്ദുൽ റബ്ബും ഇന്ത്യൻ യൂണിയൻ ലീഗും ഭരണാധികാരം കൈയാളി മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ അധ്യാപകരെ മാറ്റി മന്ത്രിയുടെ ഓഫീസിൽ തന്നെ ചീച്ചി മേടിക്കാനുള്ള ചില്ലറ മേടിക്കാനുള്ള ഏർപ്പാടുമെല്ലാം ചെയ്ത് ഈ നിലയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ താറുമാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. ജില്ലാ ബാസ്കറ്റ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ന്യൂമാൻ കോളേജ് സിന്തറ്റിക് സ്റ്റേഡിയത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഈ മാസം 6 വരെ മത്സരം തുടരും. ഒക്ടോബർ 28 മുതൽ തൃശ്ശൂരിൽ നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന താരങ്ങളെ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോസഫ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ബർസാർ ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ മുഖ്യാതിഥിയായിരുന്നു.
നെഹ്റു യുവകേന്ദ്രയുമായി സഹകരിച്ച് ഇടവെട്ടി പ്രണവം ലൈബ്രറി നടത്തുന്ന ഗാന്ധി ജയന്തി വാരാഘോഷം ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KM ബാബു ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് TC ചാക്കോ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ജയകൃഷ്ണൻ പുതിയടത്ത്, ഗീതാ ചന്ദ്രൻ, ക്ലബ്ബ് സെക്രട്ടറി പത്മാവതി രഘുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസിദ്ധമായ ലോകത്തിന് തന്നെ ഉപവാസം സംഭാവന ചെയ്തത് മഹാത്മാഗാന്ധിയാണ്. ആ ഉപവാസ സമരം ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹം ആദ്യമായി ആ സമരത്തിൻ്റെ പ്രായോഗിക രൂപം നടപ്പാക്കി. അതിൻ്റെ ഫലമായി ആ സമൂഹത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞുവെന്ന് നമ്മൾ പഠിച്ചത്. അവിടെ നിന്ന് തിരിച്ചു വന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് കെട്ടിപ്പടുക്കുവാൻ വേണ്ടി അത്യധ്വാനം ചെയ്യുകയും ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഗ്രാമീണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ തങ്ങളുടെ അധികാരത്തിൻ്റെ മുഖത്തിന് കീഴിൽ വെച്ചുകൊണ്ട് ചൂഷണം ചെയ്തിരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ചൂഷണത്തിനെതിരായി നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിന്നിരുന്ന അടിമത്വം അവസാനിപ്പിക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം ലോകത്തിന് തന്നെ മാതൃകയായിരുന്നു എന്ന് നമ്മൾ കാണുന്നു. ലക്ഷ്യം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കരുത്, മാർഗവും ശുദ്ധമായിരിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന മഹാത്മാവായിരുന്നു. കൃഷി വകുപ്പ് ആഭിമുഖ്യത്തിലുള്ള ജില്ലാ ലേല കേന്ദ്രത്തിന്റെ ശാഖ ഏഴല്ലൂര് ആരംഭിച്ചു. ഇടനിലക്കാരെ ഒഴിവാക്കി കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണവും വിപണനവുമാണ് ലക്ഷ്യം. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ ലേലകേന്ദ്രം പ്രവർത്തിക്കും. കൃഷിക്കാർക്ക് മികച്ച വില നൽകാൻ ഇതുവഴി സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ലേലകേന്ദ്രം അധികൃതർ പറഞ്ഞു. ഈ സ്ഥാപനം കൃഷിഭവൻ്റെ കീഴിൽ ഈ സ്ഥാപനം ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നതിൻ്റെ പേരിൽ കൃഷിക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായമായ വില ഇവിടെ കിട്ടുന്ന ഇടയ്ക്ക് മധ്യവർത്തികൾ ഇതിൻ്റെ ലാഭം കൊയ്തുകൊണ്ട് പോകുന്നില്ല. കാർഷിക ഉൽപ്പന്നങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും 9 മുതൽ 12 മണി വരെ ഉള്ള സമയത്ത് ഏഴല്ലൂർ വിപണന കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചാൽ പുറത്തുള്ള വിലയേക്കാളും 50 പൈസയെങ്കിലും കൂട്ടി ഉള്ള വില നേരിട്ട് കർഷകന് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണിത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിക്കറ്റ് അക്കാദമി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട TC മാത്യുവിന് തൊടുപുഴയിൽ പൗരസ്വീകരണം. കേരളത്തിലെ ആദ്യകാല സാമാജികരെ സംബന്ധിച്ച വിശദമായ ഗ്രന്ഥം തയ്യാറാക്കുമെന്ന് സ്പീക്കർ G. കാർത്തികേയൻ. ഫ്യൂജി ഗംഗ അവതരിപ്പിക്കുന്ന സൂര്യ ഫെസ്റ്റിവലിന് തുടക്കമായി. ഇതോടെ ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.